പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ദൈവം പലതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ. പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ആ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തുല്യരാണെന്നും നിത്യത ഉടങ്ങിയുണ്ടെന്നും നിത്യത വരെ ഉണ്ടായിരിക്കുമെന്നും വേദപുസ്തകം വിവരിക്കുന്നു. എന്റെ വിഷയം ട്രിനിറ്റി അല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇവിടെയുള്ള വിഷയം കർത്താവ് പറഞ്ഞു പിതാവിനെ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന്. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു പിതാവിന്റെ യഥാർത്ഥ മുദ്രയാണ് ആരെ? കർത്താവ്. എന്നെപ്പോലുള്ള മറ്റൊരു കാര്യസ്ഥനെ ഞാൻ അയക്കും. അപ്പോൾ ദൈവങ്ങൾ എന്ന് വേദപുസ്തകം പറഞ്ഞിട്ടില്ല. ഒരു ദൈവവും 3 വ്യക്തിത്വവും, വ്യക്തികൾ 3 പേര്, അല്ലേ? അങ്ങനെയാണ് വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ യേശു പറഞ്ഞു എന്നെ കണ്ടപ്പോൾ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. അപ്പോൾ അവിടെ വളരെ ഒരേ മനസ്സോടെ ഒരേ കാര്യങ്ങൾ നിത്യത തുടങ്ങി നിത്യത വരെ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് വേദപുസ്തകം ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് സൂപ്പർ നാച്ചുറൽ ആണ് ഈ യൂണിറ്റി. അത് കഴിഞ്ഞിട്ട് അത് ബിബ്ലിക്കലാണ്. നമ്മൾക്കറിയാം വേദപുസ്തകം ഉടനീളം യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമത്തിൽ നിങ്ങൾ ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് കാണാതെ അറിയാവുന്നതാണ്. 133-ാം സംഘത്തിന്റെ 1-ാം വാക്യം. എന്താ അവിടെ പറയുന്നത്? സഹോദരന്മാർ ഒത്തൊരുമിച്ചിരിക്കുന്നത് ശുഭവും മനോഹരമാണ്. അവിടെയാണ് എന്ത് സംഭവിക്കുന്നത്? അവിടെ കൊണ്ട് തീർത്താൽ കുഴപ്പം. അവിടെയാണ് യഹോവ അനുഗ്രഹവും ശാശ്വതമായ ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. അതാണ് കൺക്ലൂഷൻ. തുടങ്ങുന്നത് ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും മനോഹരവുമാകുന്നു. അതിനെ അവസാനിപ്പിക്കുന്നത് അത് യഹോവ അവിടെയാണ് അനുഗ്രഹവും ശാശ്വതമായ ജീവനും നൽകുന്നത്. അപ്പോൾ എത്രയാണ് പഴയ നിയമത്തിൽ അതിന്റെ ശക്തി പറഞ്ഞിരിക്കുന്നതെന്ന് കാണിക്കാൻ ഒരു വാക്യം ഞാൻ വായിച്ചു എന്നേ ഉള്ളൂ. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ താൻ പ്രാർത്ഥിച്ചു പോകുന്നതിനു മുൻപേ എന്താ പ്രാർത്ഥിച്ചത്? യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ തന്റെ പ്രസിദ്ധമായ മധ്യസ്ഥ പ്രാർത്ഥന നാം വായിക്കുന്നുണ്ട്. അവിടെ താൻ പ്രാർത്ഥിക്കുന്ന പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഈ ജനങ്ങളും ഭാവിയിൽ എന്തായിരിക്കണം? ഒന്നായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അതാണ് ദൈവത്തിന്റെ തത്വം. അത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഈ ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ. 23, നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്ന് ലോകമറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. എന്തൊരു ആഗ്രഹം! കർത്താവ് ഈ ലോകത്തിൽ നിന്ന് പോകുന്നതിന് മുൻപേ പിതാവിനോട് പ്രാർത്ഥിക്കുക, ഞാനും നീ ഒന്നായിരിക്കുന്നത് പോലെ, ഐക്യബദ്ധപ്പെട്ടിരിക്കുന്നത് പോലെ, ഏകചിന്തയായിരിക്കുന്നത് പോലെ എന്ത് ചെയ്യണം? ഇവരും അങ്ങനെ ഒന്നാകണം. അതിന് കർത്താവ് പറയുന്ന കാര്യം ലോകം അറിയണം നീ എന്നെ അയച്ചു. അപ്പോൾ വിശ്വാസികൾ ഒന്നായി ജീവിച്ചാൽ മാത്രമേ ആ പ്രാർത്ഥനയ്ക്ക് യാഥാർത്ഥ്യമാകൂ. ഇന്ന് എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റിക്ക് ശക്തി കുറഞ്ഞു പോയത്? അവരെ പാലിക്കാൻ പോലെ ഓരോ കാര്യത്തിനും പിരിയും, അങ്ങനെ അന്യോന്യം അടിയിടും. അത് പിശാച് പോലും ചെയ്യുകയില്ലെന്ന് ആര് പറഞ്ഞേക്കുന്നത്? യേശു ക്രിസ്തു പറഞ്ഞു. എന്താ? പിശാച് ദൈവമക്കളെക്കാൾ സ്മാർട്ട് ആയതുകൊണ്ട് പിശാച് പോലും ചെയ്യുകയില്ല. നോക്കിക്കുക, നിങ്ങൾ എല്ലാവരും എന്നെ നോക്കുന്നു. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു ബെൽസബൂലിനെ കൊണ്ടാണ് ഈ ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്ന് ഇവർ പഠിപ്പിച്ചപ്പോൾ അതിന്റെ 26 യേശു പറഞ്ഞു, ഒരു പട്ടണമോ ഗൃഹമോ തന്നിൽ തന്നെ ചിന്തിച്ചുവെങ്കിൽ നിലനിൽക്കില്ല. സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നിൽ തന്നെ ചിന്തിച്ചു പോയല്ലോ, പിന്നെ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? അപ്പോൾ പിശാച പൊട്ടത്തരം കാണിക്കയില്ല എന്നാ യേശു പറഞ്ഞു. യേശു പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഭൂതങ്ങളെ പുറത്താക്കിയപ്പോൾ അവര് പറഞ്ഞു, ഇത് ബെൽസബൂൽ എന്ന് പറയുന്ന വലിയ ഭൂതം ചെറിയ ഭൂതങ്ങളെ പുറത്താക്കുന്നതേ ഉള്ളൂ.
അപ്പോൾ കർത്താവ് പറഞ്ഞു അങ്ങനെയൊന്നും പിശാച് ചെയ്യത്തില്ല, കാരണം അവന്റെ രാജ്യത്തിന് തന്നെ കോട്ടമാണ്. അത് രാജ്യത്തിന് മാത്രമല്ല, വീട് തമ്മിൽ ചിന്തിച്ചാൽ എന്തോ സംഭവിക്കും, അത് ചിന്ന ഭിന്നമായി പോകും. അത് ലൂക്കോസ് പറഞ്ഞിട്ടുണ്ട്, മർക്കോസ് ഇത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ആ തത്വം വളരെ ശക്തമായി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഭിന്നിപ്പെന്നുള്ളത് പിശാച് പോലും തന്റെ നിലനിൽപ്പിന് പോലും ദോഷം ചെയ്യുമെന്ന് അറിയാവുന്നത് കൊണ്ട് അവൻ ചെയ്യുകയില്ല, പക്ഷേ എവിടെ ചെയ്യും? മനുഷ്യരിൽ ചെയ്യും. അതാണ് വളരെ ശക്തമായി വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അതിനെ ആധാരമായി ഒരു വാക്യം ഞാൻ വായിക്കാം. റോമാലേഖനം 16:17 18 വായിച്ചിട്ട് ഞാൻ മടങ്ങി വരാം വിഷയത്തിലേക്ക്. റോമാലേഖനം 16-ാം അധ്യായത്തിന്റെ 16-ലും 17-ലും അപ്പോസ്തലനായ പൗലോസ് ആ ലേഖനം കൺക്ലൂഡ് ചെയ്യും. പറയാണ്, വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുവിൻ, ക്രിസ്തുവിന്റെ സകല സഭകളെയും വന്ദനം ചെയ്യുവിൻ. സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്നും ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്നു മാറുവീൻ. അപ്പോൾ എന്താണ് ഈ ദ്വന്ദ്വപക്ഷവും ഈ വിപരീതമായ ഇടർച്ചകൾ ഉണ്ടാക്കുന്നവരെ സൂക്ഷിക്കണം? അതിന്റെ കാരണം ഡിവിഷൻ ദൈവം വെറുക്കുന്നു. എന്താ ഡിവിഷൻ? ഡിവൈഡ് ചെയ്യുന്നവനെ കർത്താവ് വെറുക്കുന്നു. എവിടാ പറഞ്ഞേക്കുന്നതെന്ന് അറിയോ? അതൊക്കെയാണ് നമ്മൾ അത്യാവശ്യമായി പഠിക്കേണ്ടത്. വെറുക്കുന്ന 5-6 കാര്യങ്ങളുടെ കൂട്ടത്തിൽ അതുകൂടെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് സാധാരണ ആരും നോക്കാറില്ല. സദൃശവാക്യത്തിൽ 6-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, 6 കാര്യം യഹോവയ്ക്ക് വെറുപ്പാകുന്നു, 7 കാര്യം അവൻ അറപ്പാകുന്നു. ഒപ്പം ഒരു വാക്കുകൊണ്ട് നിർത്തിയില്ല. എന്താ വെറുപ്പും അറപ്പും എന്ന് പറഞ്ഞാൽ എന്തോ നിങ്ങളൊന്ന് കണ്ടേ. ഒരാൾക്ക് വെറുപ്പെന്ന് പറഞ്ഞാൽ ശക്തി കൂടിയതാ, അതിനും കൂടെ അറപ്പൂടെ വന്നാലോ അത് പൂർണ്ണമായി ഒട്ടും ബാക്കി ശേഷിച്ചിട്ടില്ല ആ കാറ്റഗറി. എന്നിട്ട് പറയാ അതിന്റെ 19-ാം വാക്യം, ഓഷ്ക്ക് പറയുന്ന കള്ളസാക്ഷിയും സഹോദരന്മാരുടെയിൽ വഴക്കുണ്ടാക്കുന്നവര്. നമ്മളത് ഓർക്കുന്നത് സഭയ്ക്ക് വേണ്ടി എന്റെ സഭയാണ്, എന്റെ ഇതാ സ്ഥാപനമാണെന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നത് ആത്മീയമാണെന്നാ പറയുന്നത്. കാരണം ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ട് 50 വർഷമായി. 16-ാമത്തെ വയസ്സിൽ ഞാൻ 1971 ജൂൺ 1-ാം തീയതി ബൈബിൾ സ്കൂളിൽ പോയതാണ്. അപ്പൊ ഈ 1-ാം തീയതി ആയപ്പോൾ 50 വർഷം കഴിഞ്ഞു വീട് വിട്ടിറങ്ങിയിട്ട്. അതിനുശേഷം ഞാൻ ഒരു ആഴ്ച പോലും എന്റെ വീട്ടിൽ താമസിച്ചിട്ടില്ല. നിങ്ങളോട് അത്ഭുതപ്പെടും. ഈ 1971 ശേഷം എന്റെ അപ്പന്റെ വീട്ടിൽ അമ്മയുടെ കൂടെ ഒരാഴ്ച പോലും ഞാൻ പിന്നെ താമസിച്ചിട്ടില്ല. അപ്പോൾ അന്ന് വിട്ടതാ വീട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി. അന്ന് തൊട്ട് എനിക്ക് അനുഭവമുണ്ട്. ആൾക്കാർ എന്തോ പറയുന്നതെന്ന് അറിയാം, വഴക്കുണ്ടാക്കുമ്പോ ഞാൻ കർത്താവിന്റെ നാമത്തിന് വേണ്ടിയാണ്, സഭയ്ക്ക് വേണ്ടിയാണ്, സുവിശേഷത്തിന് വേണ്ടിയാണ്, പിന്നെന്തിനാ സത്യത്തിന് വേണ്ടിയാണ്. ഇങ്ങനെയാ പറയുന്നത്. ആരാ പ്രവർത്തിക്കുന്നതെന്നറിയാമോ? അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒറ്റ ശക്തിയുള്ളത് പിശാചാണ്. ആരിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും അങ്ങനെയാണ് ക്രിസ്തു പഠിപ്പിക്കുന്നത്. കാരണം എന്താ? ഡിവിഷൻ, അറപ്പും വെറുപ്പും ഉള്ളതാണ്. ദൈവത്തിന് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ അറപ്പും വെറുപ്പും ഉള്ള പല കാര്യങ്ങളും എടുത്ത് ഇങ്ങനെ ആകാശം വരെ മുട്ടി കാണിക്കും. കാരണം അത് നമുക്ക് മറ്റവരെയൊക്കെ ഇല്ലാതാക്കാം. പക്ഷെ ഇതാരും അങ്ങനെ പറയത്തില്ല. എന്താ പറഞ്ഞാൽ കുഴപ്പമാണ്. കാരണം അതില്ലാത്തത് വളരെ ബുദ്ധിമുട്ടാണ്, ഇല്ലേ? അതില്ല എങ്കിൽ എന്ത് നല്ലതായിരുന്നു ക്രിസ്ത്യ സഭ. നോക്കിക്കേ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് മടങ്ങി പോകട്ടെ. അപ്പോൾ ദൈവം വെറുക്കുന്ന ഒന്നായതുകൊണ്ട് അപ്പോസ്തലൻ പറയുകയാണ്, അത് ദൈവത്തിന് അറപ്പായതുകൊണ്ട് അങ്ങനെയുള്ളവരെ എന്തോ ചെയ്യണം? വായിച്ചത് ഞാൻ നിങ്ങളെ കൊണ്ട് വായിപ്പിച്ചത് അത് ഓർത്തിരിക്കാൻ. എന്തിനാ? അവരെ സൂക്ഷിക്കണം, അവരോട് അകന്നിരിക്കണം. അപ്പോൾ സഭയിൽ പ്രോബ്ലം ഉണ്ടാക്കുന്ന, ദൈവസഭയ്ക്ക് ഇടർച്ച ഉണ്ടാക്കുന്നവനോട് ദൈവവചനത്തിന് വിരോധമായി ഏത് കാര്യം നോക്കിയാൽ അവനെ സൂക്ഷിച്ചു കൊള്ളണം, അവരോട് അകന്നു മാറുക. അങ്ങനെ പല വാക്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ലിമിറ്റഡ് ആയ സമയത്തിനുള്ളിൽ ഇതെല്ലാം കൂടെ പറഞ്ഞ് നമുക്ക് തീർക്കുവാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഓരോ പോയിന്റും പറഞ്ഞ് വിടുകയാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മെ ഒന്നിപ്പിച്ചു. എപ്പോഴേ? യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ. ശരീരമായ
ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാക്കി. ആ വാക്യം നോക്കിക്കേ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ അവിടെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവ് യഹൂദനെന്നോ യവനെന്നോ ദാസനെന്നോ സ്വതന്ത്രനോ നാം എല്ലാവരും ഏക ശരീരമാണ്, ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാലനം ചെയ്തു. എന്താ? യഹൂദനെന്നോ യവനെന്നോ ദാസനെന്നോ സ്വതന്ത്രന്മാരെന്നോ നാം എല്ലാവരും ഏക ശരീരമാണ്, ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാലനം ചെയ്തിരിക്കുന്നു. എഫെസോസിലെ സഭയോട് പറയുന്നത് അവൻ മുദ്രയിട്ടിരിക്കുകയാണ്. എന്താണ്? നാം അവന്റെ വകയാണ്, നാം ഒരു ശരീരത്തിന്റെ ഭാഗമാണ്. അപ്പോൾ അതാണ് നാം ചിന്തിക്കേണ്ടത്. നമ്മുടെ ശരീരത്തോട് നാം വിനോദം കാണിക്കുന്നുവെങ്കിൽ തല ചെവിയോട്, മൂക്ക് കണ്ണിനോട്, കാല് കൈയോട് വഴക്കുണ്ടാക്കിയാൽ അതുപോലെയുള്ളൂ ഓരോ വിശ്വാസിയും അന്യോന്യം വഴക്കുണ്ടാക്കുമ്പോൾ ദൈവം കാണുന്നത്. അങ്ങനെയാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മെ കർത്താവ് എന്തോ ചെയ്തു? ഒന്നാക്കി. അതെങ്ങനെ? വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞിട്ടാണ്. എഫെസ്യ ലേഖനം 2:14. അത് വേർപാടുണ്ടായിരുന്നു. ജാതിയെന്നും യഹൂദനെന്നും ഒരു വ്യത്യാസം, ആണെന്നും പെണ്ണെന്നും ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അതിനെയൊക്കെ അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്തിൽ നീക്കി വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു. എന്ന് വെച്ചാൽ എന്താ? ഇവിടെ ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ജാതിക്ക് എവിടെ പോകാൻ പറ്റത്തില്ല, ദേവാലയത്തിൽ പോകാൻ പറ്റുകയില്ലായിരുന്നു. രോഗിക്ക് പോകാൻ പല രോഗികൾക്ക് പറ്റത്തില്ല, അശുദ്ധരെന്ന് പറഞ്ഞവർക്ക് പറ്റത്തില്ല. അങ്ങനെ ചട്ടങ്ങളും നിയമങ്ങളും പഴയ നിയമത്തിൽ ഒരുപാടുണ്ടായി. അതിനെയൊക്കെ ഇടിച്ചു കളഞ്ഞു. കാരണം കർത്താവിന്റെ അടുക്കൽ വന്നപ്പോൾ അവിടെ ലിമിറ്റ് ഒന്നുമില്ലായിരുന്നു. യേശു പറഞ്ഞില്ല 12 വർഷം രക്തസ്രാവ സ്ത്രീയോട് നീ ദൂരെ നിൽക്കണം. കർത്താവിന് അറിയാമല്ലോ, ഏതായാലും ശക്തി പുറപ്പെട്ടപ്പോൾ അവൾ വന്ന് തൊടുവെന്നറിയാം. നീയെ കാര്യമൊക്കെ ശരിയാ, ദൂരെ നിൽക്കണം. കുഷ്ഠരോഗിയോട് പറഞ്ഞില്ല നീ ഒരു 10 മാറൻ അകലെ നിൽക്കണം. യേശു അങ്ങോട്ട് ചെന്നവനെ തൊട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീ തൊട്ടെങ്കിൽ യേശു അങ്ങോട്ട് കുഷ്ഠരോഗിയെ തൊട്ടു. ശമരിയക്കാരിയോട് വെള്ളം ചോദിച്ചു, കൊടുത്തില്ല എങ്കിലും വെള്ളം ചോദിച്ചു. ശമരിയ പട്ടണത്തിൽ യേശു അവിടെ പല ദിവസം താമസിച്ചു. അപ്പോൾ കർത്താവിന്റെ സ്വഭാവം, കർത്താവ് എന്തുവാ ചെയ്തതെന്ന് ആദ്യം കാണിച്ചു. ജാതിയെന്നോ യവനെന്നോ ശമരിയനെന്നോ സ്ത്രീയെന്നോ കുഷ്ഠരോഗിയെന്നോ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നോ ഒന്നും കണക്കാക്കാൻ മറ്റുള്ളവർ ആ ദൂരം വെച്ചപ്പോൾ യേശു പറഞ്ഞു, ആ നടിച്ചു ഇടിച്ചു കളഞ്ഞ് സമാധാനം ഉണ്ടാക്കുവാൻ വന്നതാണ്. ദൈവജനം എന്ന് പറയുന്ന ഇസ്രായേലിനെയും ജാതിയായി 2 ജാതിയേ ഉള്ളൂ ദൈവത്തിന്റെ സന്നിധാനത്തിൽ അന്ന് യേശു വരുന്നിടം വരെ. ഇപ്പൊ 3 ഉണ്ട്. ആരൊക്കെയാണ്? ഇന്നത്ര ജാതിയാണ് കർത്താവിന് മുൻപിൽ? ആണും പെണ്ണുമല്ല കേട്ടോ. വായിച്ചു കൊരിന്ത്യർ ലേഖനം 1:10-31 അവിടെ ഉണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ മുൻപിൽ ആകെ 3 കൂട്ടരേ ഉള്ളിന്ന്. ഞാനും അതിന്റെ 32-ാം വാക്യം 10:32 യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയില്ലാതിരിക്കുക. അപ്പോൾ ഇന്നുകൊണ്ട് യഹൂദന്മാർ, ഇന്നുകൊണ്ട് യവനന്മാരായ ജാതികൾ, പിന്നെ മൂന്നാമതൊരു ഗ്രൂപ്പൂടെ കർത്താവിൽ കൂടെ 2 പേരെയും കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കി. യഹൂദനും യവന് ജാതി എന്ന് പറഞ്ഞാൽ യഹൂദനല്ലാത്ത ജനയാണ് യവനൻ. വേദപുസ്തകം ഒറ്റ വാക്കിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? യവനനും യഹൂദനും പിന്നെ ഒരു ഗ്രൂപ്പൂടെ ദൈവസഭ. അപ്പൊ ആ 2 ഗ്രൂപ്പിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവരെയാണ് ദൈവസഭ എന്ന് വേദപുസ്തകം വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 3 കൂട്ടർക്ക് അടക്ക വരുന്നതെന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ ദൈവത്തിന്റെ സന്നിധാനത്തിൽ ജനസമൂഹങ്ങൾ. അപ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കണം, കർത്താവായ യേശു ക്രിസ്തു നമുക്ക് സമാധാനം വരണം. ഈ 2 ഗ്രൂപ്പുകൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. അതിനു മുമ്പേ പുരുഷന്മാർക്ക് മഹാപുരോഹിതന്മാരുടെ മുന്നിൽ ഏറ്റവും അതിവിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലത്ത് പുരോഹിതൻ, പിന്നെ പ്രാകാരത്തിൽ സാധാരണക്കാര്, ആണുങ്ങൾ, അത് കഴിഞ്ഞിട്ട് സ്ത്രീകൾ, അത് കഴിഞ്ഞിട്ട് ജാതികൾക്ക് വേണ്ടിയുള്ള സ്ഥലം. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വളരെ ദൂരെയാണ് വളരെ ജാതികളൊക്കെ നിന്നിരുന്നത്. ഏറ്റവും മുന്നിൽ ആരാ?
അങ്ങനെയുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ കർത്താവായ യേശുക്രിസ്തു മരിച്ചപ്പോൾ എന്തോ സംഭവിച്ചു? തിരശ്ശീല മുകളിൽ തൊട്ട് താഴോട്ട് കയറി പോയി എന്നാണ്. അപ്പോൾ ദൈവം തന്നെ മരിച്ചു. അങ്ങനെയാണ് ചട്ടങ്ങളും പ്രമാണങ്ങളും ഇല്ലാതായത്. അപ്പോൾ നാം വിചാരിക്കുന്ന ചട്ടം ഇന്നുണ്ടോ? പിന്നെ ഒരു ചോദ്യം. ന്യായപ്രമാണവും പോയി, 10 കൽപ്പനയും പോയി. വേദപുസ്തകത്തെ കർത്താവ് ചുരുക്കി പറഞ്ഞു, നീ ദൈവത്തെയും സ്നേഹിക്കുക, മനുഷ്യനെയും സ്നേഹിക്കുക. അതോടുകൂടി വേദപുസ്തകം മുഴുവൻ അതിൽ ഉൾപ്പെട്ടു. എന്ന് വെച്ചാൽ പിന്നെ യാതൊരു കൽപ്പനയുടെ ആവശ്യമില്ല. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവദൂഷണം പറയുന്നില്ല. ഞാൻ ആരെയും സ്നേഹിക്കുന്നെങ്കിൽ അവന് വേണ്ടി സാധാരണ എന്തോ ചെയ്യും? എന്തുവേതും ചെയ്യും. ദുഷ്ടത ചെയ്യത്തില്ല, അസൂയപ്പെടുകയില്ല, കള്ളം പറഞ്ഞു വരുത്തുകയില്ല, അപമാനം വരുത്തുകയില്ല. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എപ്പോഴും എന്തോ ചെയ്യും? നമ്മളെ കൂടെ നിന്ന് സഹായിക്കുകയുള്ളൂ. അപ്പോൾ ആ സ്നേഹം എന്ന ബന്ധത്തിൽ സകലതും ഉൾപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ എന്തോ ചെയ്യാം? അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ബാക്കി നിയമങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി ആയിട്ട് അവിടെ വരും. അവിടെ നിയമമല്ല, അത് നമ്മുടെ ഉത്തരവാദിത്തമായി മാറും, നമ്മളുടെ സ്വഭാവ വൈശിഷ്ടമായി മാറും, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറും. കാരണം ഏത് വിധത്തിലും എന്നെ സ്നേഹിക്കുന്ന, ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ ആ വ്യക്തി ആയിട്ട് മറ്റേ വ്യക്തിക്ക് ഒരു ബന്ധമുണ്ട്. ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നത് മുഴുവൻ എന്തായിരിക്കത്തില്ല? ജഡത്തിന്റെ പ്രവൃത്തി ആയിരിക്കത്തില്ല. അത് മുഴുവൻ ആത്മാവിന്റെ പ്രവൃത്തിയായിരിക്കും. സ്നേഹം ഉണ്ടാകും, അവിടെ സന്തോഷം ഉണ്ടാകും, അവിടെ സമാധാനം ഉണ്ടാകും, അന്യോന്യം ഉപകാരം ചെയ്യും, അവിടെ ഒരുവൻ താഴും, അല്ലേ? അവിടെ ഒരുത്തൻ ദയാനിക്കും, അവിടെ ഒരുത്തൻ തന്നെ കൺട്രോൾ ചെയ്യും. എനിക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞാലും ഞാൻ എന്തോ ചെയ്യും? ഇടർച്ച ഉണ്ടാക്കാതിരിപ്പാൻ മിണ്ടാതിരിക്കും, ചിലർ ക്ഷമിക്കും. ഇതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാ? സ്നേഹം. ആ സ്നേഹത്തെയാണ് കൊരിന്ത്യർ 13 വളരെ വ്യക്തമായി വിവരിച്ചിരിക്കുന്നത്. ആ സ്നേഹം ഇങ്ങനെയൊക്കെയാണെന്ന്, ദൈവസ്നേഹം. ആ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ളത് കൊണ്ടാണ് ചട്ടങ്ങളും നിയമങ്ങളും ഇല്ലെന്ന് പറയുന്നല്ലാതെ 10 കൽപ്പന പോയെന്നല്ല. 10 കൽപ്പനയേക്കാൾ കൂടുതലായ വിധത്തിൽ നമ്മൾ മറ്റുള്ളവരെ കെയർ ചെയ്യും. അത് നിയമമുള്ളത് കൊണ്ടാണെങ്കിൽ ഇത് നമ്മുടെ ഉത്തരവാദിത്തമായി, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി അത് വരുന്നത് കൊണ്ട് ഒരു സ്റ്റെപ്പ് കൂടെ കൂടുതൽ പോകാനായിട്ടാണ് കർത്താവ് നമ്മളോട് പറഞ്ഞത്. അല്ലാതെ അത് പറഞ്ഞിട്ടല്ല, നമ്മുടെ സ്വഭാവത്തിന്റെ വൈശിഷ്ട്യമായി അത് പ്രകടിപ്പിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞിട്ട്. അപ്പൊ തമ്മിലുള്ള വ്യത്യാസം അത്രയേ ഉള്ളൂ. അതുകൊണ്ട് കർത്താവ് എന്തോ ചെയ്തു? യൂണിറ്റി ഉണ്ടാക്കിയത് താൻ തന്റെ ജീവിതം കൊടുത്തിട്ടാണ്. താൻ മരിച്ചപ്പോഴാണ് എന്തോ സംഭവിച്ചത്? തിരശ്ശീല ഇല്ല. അപ്പോൾ മരണമാണ് ഇതിന് പകരം വന്നിരിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ മരണമാണ് ഈ ഡിവിഷനെ മാറ്റിയത്. അപ്പോൾ തന്റെ ക്രൂശ് മരണത്തെ ദുഃഖിപ്പിക്കുന്ന, വീണ്ടും ക്രൂശിക്കുന്ന അവസ്ഥയാണ് യൂണിറ്റി ഇല്ലാതെ പോകുമ്പോൾ. അതിന്റെ അർത്ഥം കള്ളത്തരം പറഞ്ഞാൽ, സൂത്രം പറഞ്ഞാൽ നാം അവരോട് കൂടി നിൽക്കണമെന്നാണ് അല്ല. പൗലോസ് ചെയ്യുന്നത് നോക്കേ. പൗലോസ് ചോദിക്കുകയാണ്, അവിടേക്ക് ഞാൻ വരുന്നതേ ഉള്ളൂ. കൊരിന്ത്യരോട് പറയുകയാണ്, എന്താ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു, ക്രിസ്തു മാത്രമേ ഉള്ളൂ, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാനാണ്. അവിടേക്ക് ഞാൻ വരാം. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്കറിയാമോ ഈ ഡിവിഷൻ പിശാച് ഉണ്ടാക്കുന്നത് ഏറ്റവും വലിയ ഉദാഹരണം, ഏറ്റവും വലിയ പ്രോബ്ലം സഭയിൽ ഉണ്ടായത് എന്താ? ആദ്യത്തെ പ്രോബ്ലം ജാതികളും വിധവയും തമ്മിലല്ല. അവിടെ പറഞ്ഞിട്ടുണ്ട് ആര് തമ്മില? യവനന്മാരുടെ വിധവയും യഹൂദന്മാരുടെ വിധവാനും തമ്മിൽ അവിടെ പക്ഷാഭേദം കാണിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഡിവിഷൻ ഉണ്ടാക്കിയത് നോക്കിക്കേ, യെരുശലേം ചർച്ചിൽ പിശാചിന്റെ തന്ത്രമായതുകൊണ്ടാണ് അതിനെ ഇല്ലാതാക്കുവാൻ പത്രോസ് പറഞ്ഞത് വിശ്വാസവും സാക്ഷ്യവും ജ്ഞാനവും ദൈവാത്മാവുമുള്ള പുരുഷന്മാരെ കണ്ടെത്താൻ. കാരണം പിശാച് ഡിവൈഡ് ചെയ്തു. എങ്ങനെ? കർത്താവ് ഒന്നാക്കാൻ നോക്കിയ സഭയെ അവിടെ നോക്കി ഇതിനെ വായിച്ചു. വെറുതെ നിങ്ങൾ പറഞ്ഞു പോയാൽ കാര്യം നടക്കത്തില്ലല്ലോ. അവിടെ പറഞ്ഞിരിക്കുന്ന ആ കാലത്ത് ശിഷ്യന്മാർ പേരിക്കുന്ന പറഞ്ഞു. അപ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതി ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചുവെന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നിലകൊണ്ടു. ആദ്യത്തെ റേസിന്റെ പ്രോബ്ലം, പ്രശ്നം, സഭയിൽ ഉണ്ടായ പ്രശ്നം. അപ്പോൾ സഭയെ കർത്താവ് ഒന്നിപ്പിക്കുമ്പോൾ പിശാച് വിഘടിപ്പിക്കുവാൻ നമ്മുടെ അമ്മച്ചിമാരിൽ കൂടെ തുടങ്ങി, വിധവമാരിൽ കൂടെ തുടങ്ങി. അവർ പുരുവിൽക്കാൻ തുടങ്ങി. ഒരു കൂട്ടർക്ക് കൂടുതൽ ആഹാരവും മറ്റേ കൂട്ടർക്ക് കുറച്ച് ആഹാരവും കൊടുക്കുന്നു എന്ന് പറഞ്ഞ് വിധവമാരുടെ ഇടയിൽ ഒരു ഉറപ്പുണ്ടായി. അപ്പോൾ അതില്ലായ്മ ചെയ്യുവാൻ പത്രോസ് വളരെ കാര്യമായി
ചെയ്തു. നോക്കിക്കേ, അവര് പറഞ്ഞു ജ്ഞാനം, സാക്ഷ്യം, പിന്നെ ആത്മാവ്, പിന്നെ താഴെ പറയുന്നു വിശ്വാസമുള്ള പുരുഷന്മാരെ തെരഞ്ഞെടുത്തത്. താഴെ പറയുന്നുണ്ട് ഈ കൂട്ടത്തിന് ബോധ്യമായി വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായ പുരുഷന്മാരെ തെരഞ്ഞെടുത്തു എന്ന് 5-ാം വാക്യത്തിൽ പറയാം. 5 ക്വാളിറ്റിയാണ് അവരിലുണ്ടായത്. കർത്താവിൽ വിശ്വസിക്കുന്നവർ, കർത്താവിന്റെ ധ്യാനം ഉള്ള വ്യക്തിക്ക് പക്ഷപാതം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷാപാതം അല്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളെ കൂടുതൽ സ്നേഹിക്കാനും ഒരാളെ കുറയ്ക്കാനും പറ്റത്തില്ല. കാരണം ദൈവിക ജ്ഞാനമാണ്. ദൈവത്തിന്റെ മുൻപിൽ അവർ നല്ലവരായി സാക്ഷ്യമുള്ളവരായി ജീവിക്കണമെങ്കിൽ ആത്മാവിന്റെ പ്രവൃത്തി അവരിൽ ഉള്ളപ്പോൾ അത് ചെയ്യാൻ പറ്റുകയില്ലാത്തത് കൊണ്ടാണ് ഇവരെ തെരഞ്ഞെടുക്കാൻ പറഞ്ഞത്. മനസ്സിലായി? ഡിവിഷൻ ഉണ്ടാക്കാത്തവരെ. അതിനെന്തൊക്കെ വേണം? ഡിവിഷൻ ഉണ്ടാക്കാതിരിക്കണമെങ്കിൽ വിശ്വാസം നല്ലത് ദൈവത്തിലുണ്ടാകണം. ദൈവമാണ് എനിക്കെല്ലാം കഴിയുന്നതെന്ന് വിശ്വസിക്കാൻ പഠിക്കണം. ദൈവമാണ് സകലത്തിന്റെ ആധാരം. കാരണം ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാൻ, തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നവനാണെന്ന് വിശ്വസിക്കുകയും വേണമെന്നാണ് ഒരു വ്യക്തിയെ കുറിച്ച് വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ ആ ഒരു പ്രത്യേക വാക്യം 11-ാം അധ്യായത്തിന്റെ 6-ാം വാക്യമായിട്ട് കുറിച്ചിരിക്കുന്നു. അവിടെ ഒരു കോണ്ടെക്സ്റ്റ് ഉള്ള ഒരു കാര്യമല്ല. വിശ്വാസവീരന്മാരുടെ പട്ടിക പറയുമ്പോൾ വിശ്വാസവീരന്മാർ എങ്ങനെയുള്ളവരായിരിക്കണം? അവന് ദൈവത്തെ നോക്കുന്നവരായിരിക്കണം, മനുഷ്യരെ നോക്കുന്നവരാകരുത്. എന്താ നമ്മൾ പറയും, അയ്യോ അവനെന്താ അങ്ങനെ ചെയ്തത് ഒക്കെ നമ്മൾ പറയും. ഈ ലോകത്തിൽ എന്ത് ചെയ്താലും 2 കുറ്റമുണ്ട്. പക്ഷെ ദൈവത്തെ മാത്രം നോക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇപ്പോൾ നമ്മുടെ തിരുവല്ലായിലുള്ള രാജു കോക്കാല എന്ന് പറയുന്ന ഒരു പാസ്റ്റർ മുടി വളർത്തിക്കൊണ്ട് വന്ന ഒരു പയ്യനെ കെട്ടിച്ചു. ഒരുപാട് പേര് ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മറുവശം ഒന്ന് ചിന്തിച്ച് നോക്കിക്കാൻ, ഒരു പെണ്ണും ചെറുക്കനും സ്റ്റേജിൽ വന്നു, അവരെ കല്യാണം കഴിപ്പിക്കാതെ തിരിച്ചു വിട്ടു. എന്താ സംഭവിക്കുമായിരുന്നു? അതെന്താ ആരും പറയാത്തത്? അവിടെ വലിയ കോലാഹലം നിന്നത്, വലിയ വഴക്കുണ്ടാക്കും. ആദ്യം അദ്ദേഹത്തിന് പറയാൻ പറ്റിയിരുന്നു ഇത്രയേ ഉള്ളൂ, കുഞ്ഞെ ഇങ്ങനെയുള്ള നിന്നെ വിവാഹം കഴിപ്പിക്കാനല്ല ഞാൻ വന്നത്. അത് എനിക്ക് സാക്ഷ്യത്തിന് കുഴപ്പമാണ്. പക്ഷെ വിവാഹമായി ഞാൻ ചെയ്യുന്നു. നീ വിവാഹം കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഈ മുടി കുറിച്ച മാന്യനായി ജീവിക്കണമെന്ന്. അതാണ്, അത്രയും മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ എന്താ ചെയ്യാൻ പറ്റും? എന്റെ ജീവിതത്തിലുള്ള ഒരു അനുഭവം ഞാൻ പറഞ്ഞില്ല. ഞാൻ ഒരാളെ വിവാഹം കഴിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ ആ പയ്യൻ ആ പെൺകൊച്ചിനെ 6 മാസം മുമ്പ് രജിസ്റ്റർ വിവാഹം കഴിഞ്ഞ് ഒന്നിച്ച് താമസിക്കുന്നവരായി. ഞാൻ കല്യാണം കഴിപ്പിക്കുന്നത് എങ്ങനെ? ആദ്യം കഴിപ്പിക്കുന്നത് നമ്മൾ ഒന്നും അറിയാത്തവരെ പോലെ. അയ്യോ സർക്കാരെല്ലാം എന്നെ വിഴുങ്ങിയില്ലെന്നു. ഞാനങ്ങനെ ഒന്നും പോയില്ല. ഞാൻ സ്റ്റബേഡാണ്, എന്തോ ഇല്ലാത്തവന്, സഹിഷ്ണുതയില്ലാത്തവന് എന്ന് ലോകം മുഴുവൻ പറഞ്ഞു പറ്റി. അതുകൊണ്ട് എന്താ പറ്റി? ഒന്നും പറ്റിയില്ല. അപമാനം നമ്മൾ ഏൽക്കേണ്ടി. അങ്ങനത്തെ ഒരുപാട് ഉദാഹരണം എനിക്ക് പറയാൻ. പ്രിയമുള്ള ദൈവജനമേ, നാം എന്ത് ചെയ്താലും എന്തുണ്ടാകും? 2 പക്ഷമുണ്ട്. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വിശ്വാസം ദൈവത്തെ മാത്രം നോക്കാൻ പറ്റും. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ചിലർക്ക് ഇടർച്ചയാകും, ചിലർ ബുദ്ധിമുട്ടും. ഇവൻ ഗുണമില്ലെന്ന് പറയും. ഇവനെ പോലെ ഒരു ഭക്തനുണ്ടോ എന്ന് ചോദിക്കും. ഇവൻ സ്റ്റബേഡാണെന്ന് പറയും. അവൻ സഹിഷ്ണുത കാണിക്കേണ്ടവനാണെന്ന് പറയും. ഒരൊറ്റ സഭാവിശ്വാസികൾ കൂടെ നിൽക്കത്തില്ല. അവർ പറയും, ആ ഭാഷ ഇങ്ങനെയാണോ ചെയ്യുന്നത് ചോദിക്കും. കാരണം എനിക്ക് 48 വർഷത്തെ പാസ്റ്റർ എക്സ്പീരിയൻസ് ഉണ്ട്. നല്ല മനുഷ്യരൊക്കെ നല്ലത് അവർ മിണ്ടത്തില്ല. ഒരു മുണ്ടിയാ വഴക്കല്ലേ, അതുകൊണ്ട് ആരും മിണ്ടത്തില്ല. വഴക്കാളികൾ നല്ല വഴക്കുണ്ടാക്കി അവരുടെ കാര്യം സാധിക്കുകയും ചെയ്യും. അതാണ് ലോകത്തിൽ സംഭവിക്കുന്ന സഭകളിൽ നടക്കുന്നത്. എന്താ? നല്ല മനുഷ്യരെ ഒരു 80% പക്ഷെ ഒറ്റ ഒരെണ്ണം എന്ത് ചെയ്യത്തില്ല? തിന്മയ്ക്കെതിരെ വാ വിളിക്കുകയില്ല, സ്റ്റാൻഡ് എടുക്കുകയില്ല, നിൽക്കത്തില്ല. അതുകൊണ്ട് പാസ്റ്റർമാർ എന്ത് സ്ട്രഗിൾ ചെയ്യുന്നറിയാമോ? നിങ്ങളവർക്ക് എന്ത് എളുപ്പമാണ്? വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായി പാസ്റ്റർ. 5 പേരുണ്ടെങ്കിലും 500 പേരുണ്ടെങ്കിലും സെയിം ചെയ്യുക. എന്താ സ്ട്രഗിൾ? ഞാൻ പറഞ്ഞു വരുന്നതിന് ചുരുക്കം എന്താണ്? വിശ്വാസവും ആത്മജ്ഞാനവും പിന്നെ എല്ലാവരും ശബ്ദം കുറിച്ചപ്പോ 6 വർഷമായി ഇല്ലേ? സാക്ഷ്യം ഉള്ളവരെ തെരഞ്ഞെടുത്തത് ഡിവിഷൻ ഇല്ലാതാക്കാൻ. അത് നിങ്ങൾ ഓർത്തോ. നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. അപ്പോൾ അപ്പോസ്തലനായ പത്രോസ് വളരെ കാര്യമായിട്ട് എന്തോ ചെയ്തു? ഡിവിഷൻ ഇല്ലാതാക്കുവാൻ തന്റെ ആത്മാവിൽ, ദൈവം കൊടുത്ത
ജ്ഞാനത്തിൽ, ദൈവം കൊടുത്ത അഭിഷേകത്തിൽ അത് താൻ ചെയ്തെടുത്തു. വേദപുസ്തകം എല്ലാവിധത്തിലും പറയുന്നത് എന്താ? ഡിവിഷൻ ഉണ്ടാക്കുന്നവർ ദൈവത്തിന്റെ ആത്മാവിൽ അടിസ്ഥാനപ്പെട്ടവരല്ല. ഇത് കർത്താവ് വഴി പ്രാർത്ഥിച്ചു, കർത്താവേ, പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നാകണമെന്ന്. ആദ്യകാലങ്ങളിൽ അപ്പോസ്തലന്മാർ അത് വളരെ കാര്യമായി ഉൾക്കൊണ്ടു. നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. ഞാൻ ഈ വിഷയം പഠിച്ചപ്പോൾ വേദപുസ്തകത്തിൽ ഒന്നുകൂടെ കടന്നുപോയി. അപ്പോൾ നോക്കിക്കേ, 1-ാം അധ്യായത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ കർത്താവ് ഇതൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് കടന്നുപോയപ്പോൾ അതിന്റെ 14-ാം വാക്യത്തിൽ യാക്കോബിന്റെ മകനായ യൂദയും ഇവരെല്ലാവരും സ്ത്രീകളോടുകൂടെ യേശുവിന്റെ അമ്മയായ മറിയോടും കൂടെ അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. ഇന്നുവരെ അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടില്ല. എന്താ? സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത് എങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. ആദ്യമായി എല്ലാവരും അവിടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്, സ്ത്രീകളും യേശുവിന്റെ അമ്മയായ മറിയോടുകൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചത്. അപ്പോൾ കർത്താവിന്റെ പ്രാർത്ഥന ഫലിച്ചു. കർത്താവ് പറഞ്ഞത് അവർക്ക് ഉൾക്കൊണ്ടു ആദ്യം. പിന്നെ പിന്നെ മുന്നോട്ട് വന്നു. 2-ാം അധ്യായത്തിൽ പറയുന്നത് അവരെ ഒന്നിച്ചു കൂടിയിരുന്നു. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം അല്ലേ? അപ്പൊ എന്താ? ഒരുമ. ഇനിയും 14-ാം വാക്യം നോക്കിക്കേ. അപ്പോൾ പത്രോസ് 11 പേരോട് കൂടെ നിന്നുകൊണ്ട് 11 പേരെങ്ങനെ അവർക്ക് അവരോട് പറയുന്നത് ഒരു മനസ്സ്, ഒരേ ചിന്ത, ഒരേ വിശ്വാസം. 11 പേരോട് കൂടെ നിന്നാണ്. ഒരു തർക്കവിഷയവുമില്ല. യേശുവിന്റെ പ്രാർത്ഥന ആദ്യം സംഭവിച്ചു എന്നുള്ളതിന്റെ കാര്യമാണ്. പിന്നെ നോക്കിയ 3-ാം അധ്യായത്തിന്റെ മുന്നോട്ട് വരുമ്പോൾ പത്രോസ് പറയുന്നത് എന്താ? പത്രോസും യോഹന്നാനോട് കൂടെ അവന് ഉറ്റുനോക്കി, എന്നിട്ട് പറയാ, ഞങ്ങളെ നോക്കി, എന്നെ നോക്കുന്നില്ല. അപ്പൊ എന്താ? അവിടെ 2 പേരേ ഉള്ളൂ. അവർക്ക് ഭയങ്കര ഒരുമയാണ്. മുന്നോട്ട് 24-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം, അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് എന്തോ ചെയ്തു? ദൈവത്തോട് പ്രാർത്ഥിച്ചു. 5-ാം അധ്യായത്തിൽ ഞങ്ങൾ മനുഷ്യരെക്കാൾ അധികം ദൈവത്തെ ഭയപ്പെടേണ്ടത് നിങ്ങൾ പറഞ്ഞു. ഞങ്ങൾ എപ്പോഴും അങ്ങനത്തെ ഒരു വാക്യം. ഒരുമനപ്പെട്ടു, ഒന്നിച്ച് മനപ്പെട്ടു, ഒരേ ചിന്താഗതി, ഒരേ കാഴ്ചപ്പാട്. അപ്പോസ്തലന്മാര് അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പിശാച് ഒരുമ തകർക്കാനായിട്ട് ജാതീയ ചിന്ത കടത്തിവിട്ടത്. അതാണ് 6-ാം അധ്യായത്തിൽ പറയുന്നത് ഇല്ലേ? ജാതീയ ചിന്ത കടത്തിവിട്ടു. അത് പിന്നെ എല്ലാ സഭകളിലും കാണാം. അത് ആദ്യ യെരൂശലേം ചർച്ചിൽ ഇത്രയും ഉണർവ് കിടക്കുന്ന ചർച്ചിൽ 3000 പേര് 5000 പേര് എണ്ണിക്കൂടാത്ത ജനങ്ങൾ, പ്രീസ്റ്റ് കൂട്ടം എല്ലാവരും കൂടെ കടന്നു വന്നപ്പോൾ അവിടെ അത് പിശാച് പരിശോധിച്ചു നോക്കി. അവിടെ ജയിച്ചില്ല. പിന്നെ നോക്കി കൊരിന്ത്യ സഭയിൽ, പിന്നെ അതാണ് കൊരിന്ത്യ സഭയിൽ എന്താ നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ സഭയെ സ്ഥാപിക്കാൻ വേണ്ടി കൂടുതൽ വിവരിക്കാതെ ഒരു വാക്യം മാത്രം വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് പറയാ, ഞാൻ നിങ്ങളെ കുറിച്ച് ഒരു കേൾവിയൊക്കെ കേട്ട് ഞാനത് വിശ്വസിച്ചിരിക്കുന്നു. എന്താ? ഞാൻ നിങ്ങളെ കുറിച്ച് കേട്ടു. എന്തേ? നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടെന്ന്. അതിന്റെ 10-ാം വാക്യം. അതുകൊണ്ട് താൻ പറയാ, സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണം എന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. അതിന്റെ കാരണം എന്താ? നിങ്ങളുടെ ഇടയിൽ ഈ വിവാഹിക ചിന്തയുണ്ട് എന്ന് ഞാൻ കേട്ടിരിക്കുന്നു. 11-ാം വാക്യം. നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആൾക്കാർ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. നിങ്ങളിൽ ഓരോരുത്തർ, ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ, കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുമ്പോൾ എന്നിട്ട് താഴെ അതിനെ താൻ നഖശികാന്തെടുത്തിരിക്കുകയാണ്. എന്നിട്ട് താൻ ചോദിക്കുന്നു, പൗലോസ് സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് പേര് സ്നാനപ്പെടുത്തിയുള്ളൂ. ഞാൻ പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു എന്നൊക്കെ ചോദ്യം ചോദിച്ചിട്ട് പറയാം, പൗലോസ് അല്ല. ഈ മുന്നോട്ട് വരുമ്പോ പറയാം, ഈ നട്ടവനും നനച്ചവനുമല്ല, അത് വളർത്തുമാറാക്കുന്ന ദൈവമാണ് വലുത്. അപ്പല്ലോസ് ആരും പൗലോസ് ആരും താരെ മറ്റുള്ളവരാരും ഒന്നുമില്ലെന്നല്ല പറഞ്ഞത്, താനെയും ആ കൂട്ടത്തിൽ പറഞ്ഞു.
അപ്പോൾ നമ്മെ ഉപയോഗിക്കുന്ന കർത്താവ്. അത് കഴിഞ്ഞിട്ട് പൗലോസ് പറയാ, ഞാൻ ഒരുപാട് അധ്വാനിച്ചു, പക്ഷെ ഞാനല്ല, എന്നിൽ വ്യാപിച്ച ദൈവകൃപയാണ്. അപ്പോൾ താൻ പറയുന്നു പൗലോസ് ആരെ? പൗലോസ് എന്തെങ്കിലും ചെയ്തെങ്കിൽ അതെന്താണ്? അത് ദൈവകൃപയാണ്, അല്ലാതെ വേറൊന്നുമില്ല. ഓരോരുത്തരും ലഭിച്ച കൃപയ്ക്കനുസരിച്ച് ചെയ്യുവാനും നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ആ സഭയിൽ ഭിന്നതയുണ്ടായി. റോമാലേഖനം പറഞ്ഞു വരുമ്പോൾ അവിടെയും പ്രോബ്ലം ഉണ്ട്. എന്താണെന്നറിയാം? 14 നോക്കി വലിയ നമ്മൾ കാണുന്നത് റോമാലേഖനം ഒരു സഭയാണ്. അത് ആര് സ്ഥാപിച്ചതെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പെന്തക്കോസ്ത് ദിനത്തിൽ റോമക്കാരുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവർ ചെന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കി. അല്ല, അവർ ചെന്ന് സഭ തുടങ്ങി. ഇടയ്ക്ക് ഈ പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നം ഉണ്ടായത് എന്താണ്? സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനെ ചേർത്തുകൊള്ളി. അവിടെ ഒരുവൻ മാംസം തിന്നുന്നു, ഒരുത്തൻ തിന്നാതെ ഇരിക്കുന്നു, സസ്യാദികളെ തിന്നുന്നു. അതാണ് പ്രശ്നം. എന്താ പ്രശ്നം? ഇറച്ചിയും മാംസവും തമ്മിലുള്ള. കാരണം അതിന് മാംസത്തിന്റെ പുറകിലുള്ളത് ചിലപ്പോൾ ജാതികൾ ചത്ത മൃഗത്തെയും കൊണ്ടുവരും. അതിനെ തിന്നരുതെന്ന് ഒരു കൽപ്പന അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. ചത്തതിനെയും ശ്വാസം മുട്ടി ചത്തതിനെയൊന്നും നിങ്ങൾ തിന്നരുത് എന്നൊരു നിയമമുള്ളത് കൊണ്ട് അങ്ങനെയുള്ള കാര്യമായിരിക്കാം ഇവിടെ മാംസം ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞ് പ്രോബ്ലം ഉണ്ടാക്കിയത്. കാരണം അവനവൻ അറക്കുന്നത് മാത്രമേ തിന്നാവൂ, ഇന്നത്തെ മുസ്ലിങ്ങളും യഹൂദന്മാരും ചെയ്യുന്നത് പോലെ. കാരണം ശ്വാസം മുട്ടിച്ചപ്പോ രക്തമോ അതിന്റെ ഭാഗമാകാൻ സാധ്യതയുണ്ട്. ആയതുകൊണ്ട് മാംസം തിന്നാതിരിക്കുക നല്ലതെന്ന് എന്താ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ് സംശയ വിചാരങ്ങളെ വിധിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒന്ന് പറഞ്ഞു. സംശയ വിചാരങ്ങളെ വിധിക്കരുത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നിങ്ങളൊക്കെ ഒരുപാട് വായിച്ചിട്ടുള്ളതാണത്. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ള വിഷയങ്ങൾ, ക്രിസ്റ്റൽ ക്ലിയർ അല്ലാത്ത വിഷയങ്ങളെ കുറിച്ച് നിങ്ങൾ വഴക്കുണ്ടാക്കേണ്ടതാണ്. അങ്ങനെ പറഞ്ഞിരിക്കുന്നു. സംശയ വിചാരങ്ങളെ വിധിക്കാം. വിശ്വാസത്തിൽ ബലഹീനനായവനെ നോക്കി. നിങ്ങൾക്ക് അതിന് ഞാൻ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ അത് വളരെ ക്ലിയർ ആണ്. മലയാളത്തിലേ ഉള്ളൂ അങ്ങനെ ഒരു സംശയം വരുന്നത്. Accept the one whose faith is weak without quarreling over disputable matters. എന്തിനാ? അന്യോന്യം തർക്ക വിഷയങ്ങളായ കാര്യങ്ങൾ അതിന്റെ യാഥാർത്ഥ്യപരമായ വഴക്കുണ്ടാക്കാതെ അന്യോന്യം അംഗീകരിക്കാം. ഈ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം എന്തൊരു ശക്തമായ വാക്യമാണ്. ഡിസ്പ്യൂട്ടബിൾ ആയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇവിടുത്തെ പ്രശ്നം രക്തമോ മാംസമോ അത് പ്രശ്നമുള്ളതാണോ എന്നുള്ള ഒരു വിഷയം. അപ്പൊ അതറിയത്തില്ല അത് നല്ല മാംസമാണോ അറുത്തതാണോ രക്തം അതിന്റെ ഭാഗമാണോ എന്നൊക്കെ. എന്നിട്ട് പിന്നെ നിങ്ങൾ നോക്കി 15-ാം അധ്യായത്തിലേക്ക് താൻ വരുമ്പോൾ താൻ പറയുന്ന കാര്യങ്ങളൊന്ന് നോക്കി 5-ാം വാക്യം. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരും. നമുക്ക് അതൊന്നും ചിന്തിക്കാൻ സമയമില്ല, നമ്മുടെ പോയിന്റിൽ തന്നെ നിൽക്കണമല്ലോ. എന്നാൽ നിങ്ങൾ ഐക്യബന്ധപ്പെട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തെ ഏക മനസ്സോടെ ഒരു വായും മഹത്വീകരിക്കണം. എന്നിട്ട് വീണ്ടും പറയാണ്, സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം നിങ്ങൾക്ക് ക്രിസ്തുയേശുവിന് അനുരൂപമായി തമ്മിൽ ഏക ചിന്തയോടെ ഇരിപ്പിന്. അപ്പൊ എന്താ? ഐക്യമത്യപ്പെടണം, ഏക മനസ്സായിരിക്കണം, ഏക ചിന്തയായിരിക്കണം. എന്തൊരു ശക്തി! ഡിസ്പ്യൂട്ടബിൾ മാറ്റേഴ്സ് ഇല്ലാത്തത് കൊണ്ടല്ല അവിടെ വഴക്കുണ്ടാക്കരുത്. ആത്മീയൻ എന്താക്കാൻ പോകത്തില്ല, ആത്മീയമായി ചിന്തിക്കുന്നത് കൊണ്ട് വഴക്കുണ്ടാക്കാൻ പോകത്തില്ല. ജഡികൻ എന്തോ ചെയ്യും? നിങ്ങൾ കണ്ടാൽ ഇത് ഞാൻ ഏതാണ്ട് ഉണ്ടാക്കി പറയാമെന്ന് തോന്നുന്നു. നിങ്ങളുടെ ഇടയിൽ ശണ്ടയും വഴക്കും എവിടെ നിന്നുണ്ടാകുന്നു? നിങ്ങളുടെ ജഡത്തിൽ നിന്ന്, നിങ്ങളുടെ മോഹചിന്ത എന്ന് പറയുന്ന നിങ്ങളുടെ ചിന്തയിൽ നിന്ന് കടന്നു വരുന്നതല്ലേ. അത് യാക്കോബ് പറഞ്ഞിരിക്കുന്നു. പൗലോസ് എന്തോ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്ന 3-ാം അധ്യായം കൊരിന്ത്യർക്ക് എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ശിശുക്കളെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ എന്താണ്? നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പകയും പിണക്കവും ഉണ്ടായിരിക്കുക. നിങ്ങള് ആത്മീയരല്ലോ, അങ്ങനെയല്ലേ? ചെടിയരല്ലേ എന്നല്ലേ? അപ്പൊ പിണക്കവും വഴക്കവും ഈർഷ്യയും ചണ്ടയും കലഹവും എന്തത്തിന്റെ ഗുണമാ? ജഡത്തിന്റെ ഗുണം. അതാണ് ജഡത്തിന്റെ പ്രവൃത്തി എന്നൊക്കെ പറഞ്ഞ് പിന്നീട് താൻ പറയുന്നത്.
പിന്നെ ചിലടത്ത് ഉപയോഗിച്ചിട്ടുണ്ട് നിങ്ങൾ അന്യോന്യം വിഴുങ്ങാനിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. കടിക്കുകയും കീറുകയും വിഴുകുകയും ചെയ്യുന്നു. ഇതൊക്കെ സഭയ്ക്കെഴുതിയ ദൂതുക, അല്ലാതെ ജാതികളോട് പറയുന്നൊന്നുമല്ലേ, സഭയോട് പറയുന്നതാ. എന്തോ ചെയ്യണം? ഐക്യ മനസ്സുള്ളവരായിരിക്കും, ഏക ചിന്തയുള്ളവരായിരിക്കണം. അവസാനമായ പൗലോസ് ആ ലേഖനം എഴുതി. റോമിനുള്ള പ്രധാനപ്പെട്ട ഒരു സഭയായിരുന്നു. ആ സഭയാണ് പിന്നീട് ഏറ്റവും ശക്തമായ സഭയായി മാറിയത്. യെരൂശലേമിന്റെ പ്രസക്തി നഷ്ടപ്പെടുകയും അത് അന്ത്യോക്യയിലേക്ക് പോവുകയും, അന്ത്യോക്യ പോലെ പിന്നെ രണ്ടും പാരലായി വളർന്നു വന്നു, അന്ത്യോക്യയും റോമും. അവിടെ ആ സഭയോട് പറയാ, നിങ്ങൾ എന്തോ ചെയ്യണം? വളരെ കാര്യമായി ഐക്യമത്യപ്പെടണം, ഏക മനസ്സായിരിക്കണം, ഏക ചിന്തയായിരിക്കണം. അങ്ങനെ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താ? ഒരുമനപ്പെട്ട് വരുമ്പോൾ എന്തോ സംഭവിക്കും? രണ്ടുപേര് ഒരുമനപ്പെട്ടാൽ, അതെവിടാ പറഞ്ഞിരിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 18:19 വായിച്ചേ. അവിടെ പറഞ്ഞിരിക്കുക, നിങ്ങളുടെ പ്രവൃത്തി ശക്തിമത്താകാൻ ദൈവം നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിപ്പാൻ. കാരണം നമ്മള് ഈ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഇരുന്നിടം കുലുങ്ങത്തക്ക രീതിയിൽ ദൈവാത്മാവ് ഇറങ്ങി വന്നു എന്നാ അവിടെ പറഞ്ഞിരിക്കുന്നു. ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ, ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നിടത്ത് വലിയ അത്ഭുതം നടക്കുമെന്ന് കർത്താവും പറഞ്ഞിട്ടുണ്ട്. അതിനെ കർത്താവ് പറയാം 18:19, ഭൂമിയിൽ വെച്ച് നിങ്ങൾ രണ്ടുപേര് യാചിക്കുന്ന ഏത് കാര്യത്തിനും ഐക്യമത്യപ്പെട്ടാൽ, ഒരേ മനസ്സോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്നു, സ്വർഗസ്ഥനായ എന്റെ പിതാവിൽ നിന്ന് അവർക്ക് ലഭിച്ചേക്കാമെന്നല്ല, ലഭിക്കും. നമുക്ക് പലപ്പോഴും ലഭിക്കാത്തതിന്റെ കാരണം നമുക്ക് ഏക ചിന്തയും ഏക മനസ്സും ഐക്യമത്യവും ഇല്ലാതെ ദൈവത്തെ സ്തുതിക്കുകയും. അങ്ങനെ നമ്മൾ ആ വാക്യം മറന്നു പോകരുത്. ദൈവത്തെ സ്തുതിക്കുന്നത് ഇങ്ങനെയുള്ള അനുഭവത്തിലായിരിക്കണമെന്ന് റോമിലുള്ള ദൈവജനങ്ങളോട് അപ്പോസ്തലൻ വളരെ ശക്തമത്തായി പറയാം. അല്ലാതെ എല്ലാ കാര്യത്തിലും ദൈവത്തെ സ്തുതിക്കാൻ വരുമ്പോൾ ഈ വിധ കാര്യങ്ങളില്ല എങ്കിൽ ദൈവമായ കർത്താവ് അതിൽ പ്രസാദിക്കുന്നില്ല. നമ്മൾ വലിയ ആത്മീയ കാര്യങ്ങളൊക്കെയും പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് കർത്താവ് പറയുന്നത് പിതാവായ ദൈവത്തെ ഏക മനസ്സോട് വാഹിനാൽ മൗക്തീകരിക്കണം. അപ്പോഴാണ് ദൈവം മൗക്തീകരിക്കുന്നത്. ഇതൊക്കെ ഈ വേദപുസ്തകത്തിലുള്ള വാക്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും എന്തോ ചെയ്യുന്നു? എന്തോ ചെയ്യുന്നത്? നമ്മുടെ കാര്യം ഡിസ്പ്യൂട്ടോട് മാറ്റി വരുമ്പോൾ ഞാനാണ് ശരിയെന്ന് തെളിയിക്കാൻ കർത്താവ് പറഞ്ഞതിനെ മാറ്റി സ്വാർത്ഥന്മാരാണ്. അവര് ദൈവത്തിന് ആരാണ്? അത് മറന്നുപോലെ അറപ്പും വെറുപ്പും ഉള്ളവരാണ്. അല്ലാതെ ഭക്തന്മാരല്ല, ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നവരല്ല, ദൈവത്തിന് വേണ്ടി സാക്ഷ്യമുണ്ടാക്കുന്നവരല്ല. പിന്നെന്താ? അറപ്പും വെറുപ്പും ഉള്ളവരാണ്. അതുകൊണ്ട് പൗലോസ് ഫിലിപ്പിയരോട് എന്താ പറയുന്നത് നോക്കി. നമുക്ക് ഇതെല്ലാവർക്കും ബാധകമാണല്ലോ. അതുകൊണ്ടാണ് എല്ലാവർക്കും ഓരോ പുസ്തകത്തിൽ നിന്ന് ഓരോ വാക്യങ്ങൾ എടുക്കുന്നത്. ഫിലിപ്പിയർ 2-ാം അധ്യായത്തിന് 2-ാം വാക്യം വരുമ്പോൾ, എനിക്ക് നിങ്ങളോട് വല്ല പ്രബോധനമുണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ ആശ്വാസമായി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, ആത്മാവിന്റെ കൂട്ടായ്മയുണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സിലും ഉണ്ടെങ്കിൽ, ഇതൊക്കെ എനിക്കുണ്ടെങ്കിൽ എനിക്ക് ആകെ ഒരു കാര്യമാണ് നിങ്ങളോട് പറയാനുള്ളത്. എന്താ? ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹമുണ്ട്, ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം. പൗലോസിന് ഈ ദൈവജനങ്ങൾ സന്തോഷം കൊടുക്കുവാൻ ഒറ്റ കാര്യം ചെയ്യാനാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ആർദ്രതയുണ്ടെങ്കിൽ, എന്തെങ്കിലും കാണിക്കാനുണ്ടെങ്കിൽ, ആശ്വാസം പകരാനുണ്ടെങ്കിൽ, കൂട്ടായ്മയുണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും കാണിക്കാനുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ എന്താ ചെയ്താൽ മതി? നിങ്ങളെ തന്നെ താക്കണം. കാരണം നമുക്ക് ഒരാളോട് യോജിച്ചു പോകാൻ പറ്റാത്തപ്പോ എന്താണ് നമ്മളാ സാരമില്ല എന്ന് വെച്ചാല് എന്തോ ചെയ്യാൻ പറ്റുള്ളൂ? യോജിച്ചു പോകാൻ പറ്റും. ഒന്നിച്ചു പോയില്ലെങ്കിൽ ഒന്നിച്ചു നടക്കാൻ പറ്റത്തില്ല. നാമോസ് പറഞ്ഞു കൊടുക്കുന്നില്ലേ? എന്താ? രണ്ടുപേർക്ക് യോജിക്കാതെ നടക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഒരുത്തരാണ് ഓട്ടം വെച്ചാൽ മാത്രമേ, അപ്പൊ അവരോട് സ്നേഹവും കരുണയും ആർദ്രതയും മനസ്സലിവും ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കത്തുള്ളൂ. അപ്പോൾ പൗലോസ് പറയാണ്, അതെല്ലാരും പറയട്ടെ. എന്തോ പറയണത്?
എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? ഐക്യമത്യപ്പെട്ട് ഏകഭാവം, ഏക മനസ്സ്, ഏക സ്നേഹം. ഇതുപോലെ പറഞ്ഞിരിക്കുന്ന ഒറ്റവാക്യം. ഇത് ഈ 4 മിനിറ്റ് ഈ യൂണിറ്റിയുടെ ശക്തിയെ പ്രകടിപ്പിക്കുവാൻ ദൈവമായി കർത്താവ് പൗലോസിൽ കൂടെ പറയാ, നിങ്ങൾക്ക് എനിക്കൊരു സന്തോഷം തരണമെങ്കിൽ ഞാൻ നിങ്ങളെ ഓർത്ത് സന്തോഷിക്കുന്നു. നിങ്ങളുടെ പ്രവൃത്തിയും പ്രയത്നവും കർത്താവും ഒക്കെ കണ്ടിട്ട് നിങ്ങൾ എന്നോട് ചെയ്തതൊക്കെ ഞാൻ സന്തോഷിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് എന്നെ സന്തോഷിപ്പിക്കാൻ കഴിയുവാൻ ഒരു കാര്യം, നിങ്ങളുടെ ഇവിടെ നമുക്ക് ഒരുപാട് നേരം നിൽക്കാൻ പറ്റത്തില്ല. 4-ാം അധ്യായത്തിൽ വരുമ്പോ 2 സഹോദരിമാരോട് പറയുകയാണ്. എന്താ 4:2 കർത്താവിൽ ഏകചിന്തയോടെ ഇരിപ്പാൻ ഞാൻ യോജിക്കുകയും ശ്രദ്ധിക്കുകയും പ്രബോധിപ്പിക്കുന്നു. അപ്പൊ അവരാണ് പ്രശ്നക്കാരെന്ന് തോന്നുന്നു. കാരണം അവര് പേരെടുത്ത് പറഞ്ഞിരിക്കുക. നിങ്ങൾ അതിനോട് വെറുക്കൊന്നും വേണ്ട. ആദ്യമേ അമ്മച്ചിമാരാണ് ഇവിടെ. അത് നിങ്ങളുടെ പേരാണെന്ന് കോളേജ് വിശ്വസിക്കുന്നു. എന്തായാലും ആകട്ടെ, നമുക്ക് ഒരു കാര്യമേ നമുക്കുള്ളൂ, ഏക ചിന്തയോടെ ഇരിപ്പാൻ അവരോട് പറയും. ഇവിടുത്തെ വിഷയം എന്താണ്? അപ്പോസ്തലനായ പൗലോസിന് പ്രശ്നമുണ്ടാക്കുന്ന എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ടായി. അപ്പൊ അവര് അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് വളരെ കാര്യമായി പരിഗണിക്കുന്നവരാണ്, വളരെ പണമയച്ചു കൊടുത്തവരാണ്, പല സ്ഥലങ്ങളിലും അവരെ സഹായം ചെയ്തവരാണ്. പക്ഷെ അപ്പോസ്തലൻ പറയാം, അതൊക്കെ നല്ല കാര്യമാണ്, പക്ഷെ എന്റെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ പറഞ്ഞു മനസ്സിലായി. ഈ പണം എനിക്ക് കിട്ടണമെന്നൊന്നും ഓർത്തല്ല, നിങ്ങൾക്ക് ദൈവസന്നിധാനത്തിൽ പ്രതിഫലം കിട്ടുവാനും സുവിശേഷത്തിന്റെ വേലയ്ക്ക് വേണ്ടി അത് നല്ലതാണെന്ന് ഇവിടെ പറയാണ്. അതൊക്കെ എനിക്ക് സന്തോഷം തരും. പക്ഷെ എന്റെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യണം? വളരെ കാര്യമായി ഐക്യമത്യപ്പെട്ട ഏക സ്നേഹമുള്ള ഏക ഭാവമുള്ളവരായി എന്തോ ചെയ്യണം? കർത്താവിന്റെ മക്കളെ പോലെ, കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ നിങ്ങൾ ഐക്യമത്യപ്പെട്ട് ഇരിക്കണം എന്നാണ് പൗലോസ് വളരെ ശക്തമായി ഫിലിപ്പിയയിലുള്ള ദൈവമക്കളോട് പറയുന്നത്. അതിന് കാരണം പിന്നെയും താൻ എഫെസോസുകാരോട് പറയുന്നത് എന്താ നോക്കിക്കേ. നമ്മൾ വായിച്ച മുമ്പത്തെ വേദഭാഗത്തിൽ കൂടാതെ എഫെസ്യ ലേഖനത്തിൽ പല വാക്യങ്ങൾ ഇതിനെ ശക്തിയുക്തം മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി താനെ ഒരു വാദിക്കുന്നുണ്ട്. അത് 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് അത് കാണുന്നത്. അതിന്റെ കാരണം താൻ പറയുന്നു, അതിന്റെ 3-ാം വാക്യം, അതാണല്ലോ നമ്മൾ വായിച്ച കുറിവാക്യം. ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും എന്ന് പറഞ്ഞാൽ എന്നാണ് അതിൽ ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ വിളിച്ചപ്പോൾ എന്തിനാണ്? ഏക പ്രത്യാശയ്ക്കായിട്ടാണ് വിളിച്ചത്. നിങ്ങളെ വിളിച്ചത് പോലെ ശരീരം ഒന്നാണ്. പിന്നെ പറയാണ്, ആത്മാവ് ഒന്നാണ്, കർത്താവ് ഒരുവനാണ്, വിശ്വാസം ഒന്നാണ്, സ്നാനം ഒന്നാണ്, എല്ലാവർക്കും മീതെ ഉള്ളവനും എല്ലാവരും കൂടി വ്യാപരിക്കുന്ന എല്ലാവരും വിധിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. അപ്പൊ ദൈവം ഒരുവൻ, കർത്താവ് ഒരുവൻ, ആത്മാവ് ഒന്ന്, സഭ ഒന്ന്, സ്നാനം ഒന്ന്, വിശ്വാസം ഒന്ന്, പ്രത്യാശ ഒന്ന്. അതുകൊണ്ട് നിങ്ങൾ എന്തോ ഇരിക്കണം? ഒന്നായിരിക്കാൻ. ഞാന് പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടന്നാൽ മാത്രമേ, സ്നേഹത്തിൽ അന്യോന്യം പൊറുത്താൽ മാത്രമേ സ്നേഹ ഐക്യതയുടെ ബന്ധം സൂക്ഷിക്കാൻ സമാധാനം. മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളില്ലാതെ ഐക്യത ഉണ്ടാകരുത്. എങ്ങനെയൊക്കെ? കർത്താവിന് യോഗ്യമാണെന്ന് നടന്നേ. അതെങ്ങനെ നടക്കണം? പൂർണ്ണ വിനയത്തോടെ നടക്കണം, സൗമ്യതയോട് നടക്കണം, ദീർഘക്ഷമയും കാണിക്കണം, സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം. എന്നാൽ മാത്രമേ ഐക്യത നമ്മളിൽ നിന്ന് ഉണ്ടാകും. അല്ലാതെ ഐക്യത ഉണ്ടാകരുത്. എന്നിട്ട് നോക്കിക്കേ, ഇതിന്റെ ഐക്യതയെ എന്തിനെ ഉദ്ദേശിച്ചാണ്? നിങ്ങൾ നോക്കിക്കേ, അതിന്റെ 4-ാം അധ്യായത്തിന് മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ അവിടെ കാണാൻ കഴിയും. അതിന്റെ 16-ാം വാക്യം, താനെ അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും സുവിശേഷകന്മാരെയും പാസ്റ്റേഴ്സിനെയും ഉപദേഷ്ടാക്കന്മാരെയും ആക്കി വെച്ചിരിക്കുന്നതിന് ഒരു പർപ്പസ് ഉണ്ട്. അതെന്താണെന്ന് പറഞ്ഞിരിക്കുന്നു? ശരീരം മുഴുവനും യുക്ത
യുക്തമായി ചേർന്ന് ഏകീഭവിച്ച് ഓരോ അംഗത്തിന്റെയും അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്താലുമുള്ള വർധനയ്ക്കായി അവനിൽ വളർച്ച. അപ്പോൾ എന്തോ ചെയ്താലേ നടക്കുള്ളൂ? അവിടെ യുക്തമായി ചേർന്ന് സമന്വയിക്കപ്പെട്ട് എന്തോ ചെയ്ത് ഏകീഭവിച്ച് ഒന്നായി യുക്തമായി ചേരാൻ. എന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? അത് സന്ധിയാലും ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്താലുള്ള വർധനയ്ക്കായി വളർച്ച പ്രാപിക്കും. വളരണമെങ്കിൽ എന്തോ വേണം? ദൈവം ഉദ്ദേശിച്ചതുപോലെ ക്രിസ്തുവിന്റെ തലയോളം വളരണമെന്നാണല്ലോ അതിന്റെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരുമനപ്പെട്ട് ഒരുമിച്ച് ഈ സമന്വയം പ്രാപിച്ച് സ്നേഹത്തിലുള്ള വർധനവിന് വേണ്ടി എന്തോ ചെയ്യണം? ഏകീഭവിച്ച് യുക്തമായി ചേർന്ന്. എങ്ങനെ? നമ്മളെ താറാം വിളിക്കലാന്ന് പറഞ്ഞാലും തലയോടെ ശരീരം വഴക്കുണ്ടാക്കിയാൽ സംഗതി അല്ലേ? അതുപോലെ കൈയും കാലും രണ്ടായി പ്രവർത്തിക്കാൻ തുടങ്ങിയാലും നമ്മുടെ തലയും കൈയും കാലും ഒരേ രീതിയിൽ എല്ലാം യുക്തമായി ചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ മുന്നോട്ടുള്ള സംഗതികൾ പോകൂ. അതാണ് അപ്പോസ്തലൻ നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അത് ഉദ്ദേശിക്കുന്നുടനെ അപ്പോസ്തലൻ പറയുന്നു എന്തോ ചെയ്യണം? ഒരുപാട് വാക്യങ്ങൾ മുന്നിലുണ്ട്. ഒരു എഫോർട്ട് ചെയ്യണം, എല്ലാ എഫോർട്ടും ചെയ്യണം. അത് നമ്മുടെ ജീവിതത്തിൽ എന്തായാലും സാക്ഷ്യം ഉണ്ടാക്കും. അത് കർത്താവിന് പ്രസാദമായി. അത് ദൈവത്തിന് നമ്മുടെ കൂടെ മഹത്വമെടുക്കും. ആ യേശു പ്രാർത്ഥിച്ചതുപോലെ യേശുവിനെ പിതാവ് ഈ ലോകത്തിലേക്ക് രക്ഷകനായി അയച്ചുകൊണ്ട് ലോകമാണ്. അതാണ് കർത്താവ് പ്രാർത്ഥിച്ചത്. എന്നെ നീ അയച്ചു ഈ ലോകം അറിയേണ്ടത് ഇവർ ഒന്നായി ഇരിക്കണം. അപ്പൊ ഇന്ന് ലോകം അറിയാത്തതിന്റെ കാരണം എന്താ? നമ്മളിലുള്ള ഡിവിഷൻ. നമ്മൾ പറയുന്നത് പിരിയും തോറും വളരും അല്ലെ? അത് ലോകത്തിന്റെ തത്വം, അത് ദൈവസഭയുടെ തത്വം. എന്തിനാണ് നാം പിരിക്കുന്നത്, വഴക്കുണ്ടാക്കുന്നത്? അത് ദൈവിക കാര്യം പറഞ്ഞുകൊണ്ട് എന്തോ ചെയ്യും? നാം ഒരു കഥ ചിട്ട് വേറൊരു കാര്യം വിവരിക്കും. നമ്മൾക്കറിയാൻ ജസബേൽ എന്ന് പറയുന്ന അവരെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞു. അവരോട് ഉപദേശം സഭയിൽ കയറിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? അവർ നാബോത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി പട്ടണകരെ പിടിച്ചോണ്ട് വന്ന് തൂക്കിക്കൊല്ലാനുണ്ട്. പിന്നെന്താ പറഞ്ഞത്? ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. മനസ്സിലായി? ഉപവാസമാണ് ഏറ്റവും വലിയ. ഉപവാസം പ്രഖ്യാപിച്ചിട്ട് അവരെ എവിടെ ഇരുത്തണം? ഏറ്റവും നടുക്കിരുത്തിയിട്ട് ആരെ വിളിച്ചു വരുത്തണം? നീചന്മാർ. എന്നിട്ട് പറയണം ദൈവത്തിനും രാജാവിനുമെതിരെ പറഞ്ഞെന്ന് പറയിക്കണം. അപ്പോൾ എന്താ മാർഗം? പുറത്ത് കാണിക്കുന്നത് എന്താ? ഉപവാസം, കൺവെൻഷൻ, ക്രൂസൈഡ്. പിന്നെ എല്ലാം എന്തിന്റെ കയറില്ല? ഉള്ളിലെന്തോ ഒളിഞ്ഞതിരിപ്പുണ്ട്, ആരെയോ കൊല്ലാം. പക്ഷേ നേരിട്ട് രാജിയല്ലേ ഒരാളെ പട്ടാളക്കാരനെ പറഞ്ഞുവിട്ട് കൊല്ലാനുള്ളത്. ഒരു ഓർഡർ കൊടുത്താൽ അവൻ രാജാവിനെ മാനിച്ചില്ല എന്ന് പറഞ്ഞാണ്. ആരും ചോദിക്കാൻ ആ കാലത്ത് ഇന്ന് ആരുമില്ല, പിന്നെ അന്ന്. അപ്പോൾ നോക്കിയേ, അങ്ങനെയുള്ളപ്പോ അവൾ ചെയ്ത മാറ്റം അതാണ് ജെസബേലിനെ നിങ്ങൾ സഭയിൽ സമ്മതിക്കുന്നു എന്ന് തുയത്തീര സഭയോട് പറഞ്ഞിരിക്കുന്നത്. എന്തായിട്ടാ പറഞ്ഞു കടന്നു വരുന്നത്? ജെസബേലായിട്ടല്ല, പ്രവാചകയായിട്ട്, ഉപവാസപ്രാർത്ഥന, ഉള്ളിന്റെ ഉള്ളിൽ. അതാണ് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ജെസബേലിനെ സൂക്ഷിക്കണം, പ്രവാചകി എന്ന് തന്നെ തന്നെ പറഞ്ഞുകൊണ്ട് വരുന്നതാണ്. പ്രിയമുള്ളവരെ, ഐക്യത എല്ലാ എഫോർട്ടും അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, പിതാവ്, കർത്താവ്, ആത്മാവ്, സഭയും ജ്ഞാനം, വിശ്വാസം, പ്രത്യാശ. അതുകൊണ്ട് നിങ്ങളും ഏക മനസ്സോടും കർത്താവിന്റെ തലയോളം വളരുവാൻ യുക്തമായി ചേർന്ന് ഏകീഭവിച്ച് കർത്താവ് വിളിച്ചു കളഞ്ഞ
ആ ഇടർച്ചകളെല്ലാം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി ചെയ്തതുകൊണ്ട് നാം എന്തെല്ലാം സാധിച്ചാലും കർത്താവ് പറയുന്നു അവൻ ഡിവിഷൻ അകന്നടിക്കണം. കാരണം അവൻ ദൈവത്തിനെ അറപ്പും വെറുപ്പുമാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു നിമിഷം നോക്കാം. നമ്മുടെ ഉള്ളിൽ കാണുന്ന ഒരു കർത്താവ്, ജസബേലിന്റെ ചിന്തകൾ കാണുന്ന ഒരു കർത്താവ് ഇന്ന് പുറക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം.